എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ജനമേജയ പൗത്രനായ സഹസ്രാനീകന്റെ കഥയാണ്. ജനമേജയനും രാജ്ഞിയായ വപുഷ്ടമയ്ക്കും ശതാനീകൻ എന്നും ശംഖുകർണൻ എന്നും പേരായ 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇവരിൽ ശതാനീകന്റെ പുത്രനാണ് സഹസ്രാനീകൻ. വത്സരാജ്യത്തിലെ കൗശാംബി എന്ന സ്വർഗതുല്യമായ നഗരം കേന്ദ്രമാക്കിയായിരുന്നു ജനമേജയപുത്രനായ ശതാനീകൻ രാജാവായി വാണിരുന്നത്. അദ്ദേഹത്തെയും രാജ്ഞിയായ വിഷ്ണുമതിയെയും സന്താനങ്ങളില്ലാത്ത ദുഃഖം വളരെ അലട്ടിയിരുന്നു. ഒരിക്കൽ നായാട്ടിനായി വനത്തിലെത്തിയ മഹാരാജാവ് ശാണ്ഡില്യൻ എന്ന മഹർഷിയെ പരിചയപ്പെടാനിടയായി. പുത്രാർത്ഥിയായ രാജാവിനു വേണ്ടി ശാണ്ഡില്യൻ മന്ത്രൌഷധ സിദ്ധമായ പായസമുണ്ടാക്കി നൽകുകയും അത് ഭുജിച്ചതിൻ്റെ ഫലമായി രാജ്ഞി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. സഹസ്രാനീകൻ എന്ന് പേരിട്ട് വളർത്തിയ കുമാരൻ യുവാവായപ്പോൾ അദ്ദേഹത്തെ രാജ്യഭാരമേൽപ്പിച്ച് പിതാവായ ശതാനീകൻ ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രനെ സഹായിക്കുന്നതിനായി സ്വർഗലോകത്തേക്ക് പോയി. ദേവലോകത്തെത്തിയ ശതാനീകൻ നിരവധി അസുരന്മാരെ വധിച്ച് ഇന്ദ്രന്റെ വിജയത്തിന് ഹേതുവായെങ്കിലും യുദ്ധത്തിൽ മരണപ്പെട്ട് കാലഗതി പ്രാപിച്ചു. ഈ സമയം സഹസ്രാനീകൻ മഹാപരാക്രമിയായ ഒരു ചക്രവർത്തിയായി തീർന്നിരുന്നു. ആ ഇടയ്ക്ക് സ്വർഗലോകത്തിൽ ആഘോഷിച്ചുകൊണ്ടിരുന്ന ശത്രുവിജയ ഉത്സവത്തിൽ തൻ്റെ പങ്കാളിയായിരുന്ന ശതാനീകൻ ഇല്ലാത്തതിനാൽ അതീവ ദുഃഖിതനായിരുന്ന ദേവേന്ദ്രൻ ശതാനീകന്റെ മകനായ സഹസ്രാനീകനെ ആഘോഷത്തിൽ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിച്ചു. തുടർന്ന് ഇന്ദ്രതേരാളിയായ മാതലി ഭൂമിയിലെത്തി സഹസ്രാനീകനെ ദേവലോകത്തെത്തിച്ചു. ഇന്ദ്രനൊപ്പം സ്വർഗലോകത്തുകൂടി സഞ്ചരിക്കുമ്പോൾ നന്ദനവനത്തിൽ ഉല്ലസിക്കുന്ന ദേവന്മാരെയും അപ്സരസുകളെയും കണ്ടപ്പോൾ താൻ ഏകനാണല്ലോ എന്ന ചിന്ത സഹസ്രാനീകനെ അലട്ടി. ശോകമൂകനായ രാജാവിൻ്റെ സ്ഥിതി മനസ്സിലാക്കിയ ഇന്ദ്രൻ പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് വിഷമിക്കേണ്ടതില്ല. അങ്ങയ്ക്ക് അനുരൂപിയായ വധു ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. ആ വൃത്താന്തം ഞാൻ വിവരിച്ചു തരാം. ഞാൻ ഒരിക്കൽ ബ്രഹ്മാവിനെ സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെ അലംബുഷ എന്ന അപ്സരസുണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്ന വിദ്ധുമൻ എന്ന വസുവും അലംബുഷയും തമ്മിൽ നോക്കി നിൽപ്പായി. അത് കണ്ട് ബ്രഹ്മാവ് എൻ്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹത്തിൻ്റെ മനോഗതി മനസ്സിലാക്കിയ ഞാൻ അവർക്ക് ശാപം നൽകി. നിങ്ങൾ 2 പേരും ഭൂമിയിൽ മനുഷ്യരായി ജനിച്ച് ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുക എന്നതായിരുന്നു ഞാൻ നൽകിയ ശാപം. ഞാൻ ശാപം നൽകി ഭൂമിയിലേക്ക് അയച്ച വസുവാണ് ശതാനീക പുത്രനായ താങ്കൾ. അലംബുഷ അയോധ്യയിൽ കൃതവർമ്മ രാജാവിൻ്റെ പുത്രിയായി മൃഗവതി എന്ന പേരിൽ ജനിച്ചിട്ടുണ്ട്. ഇന്ദ്രന്റെ വർത്തമാനത്തിൽ സന്തുഷ്ടനായ രാജാവ് മാതലിയുടെ കൂടെ ഭൂമിയിലേക്ക് തിരിച്ചുപോയി. തേരിൽ കൂടെ ഉണ്ടായിരുന്ന അപ്സരസായ തിലോത്തമ രാജാവിനോട് വളരെയേറെ സംസാരിച്ചു. എന്നാൽ മൃഗവതിയെ ആലോചിച്ചിരുന്ന സഹസ്രാനീകൻ തിലോത്തമ പറഞ്ഞതൊന്നും കേട്ടില്ല. കുപിതയായ തിലോത്തമ, നീ ആരെക്കുറിച്ച് വിചാരിച്ചാണോ എൻ്റെ വാക്കുകൾ കേൾക്കാതിരുന്നത്, അവളുടെ വിരഹം 14 വർഷം അനുഭവിക്കേണ്ടി വരും എന്നൊരു ശാപവും കൊടുത്തു. കൗശാംബിയിലെത്തിയ സഹസ്രാനീകൻ ദേവലോകത്ത് നടന്ന വൃത്താന്തമെല്ലാം തൻ്റെ മന്ത്രിമാരെ അറിയിക്കുകയും ഒരു ദൂതൻ മുഖേന അയോധ്യയിലെ കൃതവർമ്മ രാജാവിനോട് മകളെ ഭാര്യയായി അർത്ഥിക്കുകയും ചെയ്തു. സഹസ്രാനീകനിൽ സന്തുഷ്ടനായിരുന്ന കൃതവർമാവ് ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ പുത്രിയായ മൃഗവതിയെ സഹസ്രാനീകന് വിവാഹം കഴിച്ചു കൊടുത്തു. ഗർഭിണിയായ മൃഗവതി ഒരു ദിവസം രാജാവിനോട് രക്തവർണ്ണമുള്ള കുളത്തിൽ കുളിക്കണമെന്ന ആഗ്രഹം പറഞ്ഞു. രാജ്ഞിയുടെ ആഗ്രഹപൂർത്തീകരണത്തിനു വേണ്ടി സഹസ്രാനീകൻ ലവണാദി രസം കൊണ്ട് രക്തവർണ്ണമുള്ള ഒരു കുളമുണ്ടാക്കി കൊടുത്തു. മൃഗവതി ആ കുളത്തിൽ നീന്തി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാംസകഷ്ണമാണെന്ന് ധരിച്ച് ഒരു വലിയ പരുന്ത് അവളെ റാഞ്ചിക്കൊണ്ടുപോയി. രാജാവ് ഈ കാഴ്ച കണ്ട് ദുഃഖിതനായി നിലത്തു വീണു. ദിവ്യദൃഷ്ടി കൊണ്ട് ഇതറിഞ്ഞ മാതലി ഭൂമിയിലെത്തി തിലോത്തമ ശാപം അറിയിച്ച് തിരിച്ചു പോവുകയും ചെയ്തു. മൃഗവതിയെ കൊണ്ടുപോയ പക്ഷിയാകട്ടെ ജീവനുണ്ടെന്ന് മനസ്സിലാക്കി ഉദയപർവ്വതത്തിൽ അവളെ ഉപേക്ഷിച്ചിട്ട് പോയി.
അവിടെ ഉണ്ടായിരുന്ന പെരുമ്പാമ്പിൽ നിന്നും മറ്റു മൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട മൃഗവതിയെ ഫലമൂലങ്ങൾ ശേഖരിക്കാൻ അവിടെ എത്തിയ മുനികുമാരൻ ജമദഗ്നി ആശ്രമത്തിലെത്തിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മൃഗവതി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ഉദയാദ്രിയിൽ ജനിച്ച അവന് ഉദയനൻ എന്ന പേര് നൽകി. ജനന സമയത്ത് ഈ ബാലൻ മഹാപ്രഭവാനായ ഒരു രാജാവായി തീരുമെന്നും ഇവനുണ്ടാകുന്ന പുത്രന് വിദ്യാധര പദവി ലഭിക്കുമെന്നും ഒരു അശരീരി ഉണ്ടായിരുന്നു. ആശ്രമത്തിൽ വളർന്ന ഉദയനനെ ജമദഗ്നി മഹർഷി സർവവിദ്യകളും അഭ്യസിപ്പിച്ചു. ഒരു ദിവസം വനത്തിൽ ചുറ്റി നടക്കുമ്പോൾ ഉദയനൻ ഒരു വേടൻ സർപ്പത്തെ പിടിക്കുന്നത് കണ്ടു. ഉദയനന്റെ ആവശ്യപ്രകാരം പാമ്പിനെ വിട്ട വേടന് പ്രതിഫലമായി ഉദയനൻ തൻ്റെ വള ഊരി നൽകി. സഹസ്രാനീകന്റെ പേര് കൊത്തിയ ആ വള മൃഗവതി ഉദയനന് വാത്സല്യപൂർവ്വം നൽകിയതായിരുന്നു. തലസ്ഥാന നഗരിയിലെത്തിയ വേടൻ വള വിൽക്കാൻ ശ്രമിക്കുകയും വളയിലെ രാജമുദ്ര ശ്രദ്ധിക്കപ്പെട്ടത് മൂലം രാജകിങ്കരന്മാർ വേടനെ മഹാരാജാവിൻ്റെ മുന്നിലെത്തിക്കുകയും ചെയ്തു. വേടനിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയ സഹസ്രാനീകൻ ഉദയാദ്രിയിലെത്തി ജമദഗ്നിയിൽ നിന്ന് അനുഗ്രഹം വാങ്ങി മൃഗവതിക്കും ഉദയനനുമൊപ്പം തിരികെ കൗശാംബിയിലെത്തി സസുഖം വാണുപോന്നു. ജനമേജയന്റെ പൗത്രനായ സഹസ്രാനീകന്റെ കഥ ഇവിടെ തീരുകയാണ്. സഹസ്രാനീകന്റെ പുത്രനായ ഉദയനന്റെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം.